ഗുഡ് ഈവനിങ്. ബികോംകാർ ആ രജിസ്ട്രേഷൻ്റെ ഫോം കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് അമാന്തിക്കേണ്ട. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാളെ തന്നെ ഒരു ഫോം ഫില്ല് ചെയ്ത് തരാനുണ്ട്. അതുകൊണ്ട് കുട്ടികൾ നേരിട്ട് വന്നിട്ട് ആ ഫോം ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക, പൈസ കൊടുത്തേൽപ്പിക്കുക, ആധാർ കാർഡിൻ്റെ കോപ്പി കൊടുക്കുക. പിന്നെ SSLC ബുക്ക് +2 ഒക്കെ നിങ്ങൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൊടുത്തിട്ടില്ലാത്ത ആൾക്കാർ അതും കൂടി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് അർഹിക്കുന്നതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം എന്ന് ഞാൻ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റിൽ പറഞ്ഞുകൊണ്ടിരുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സൈമണിൻ്റെ കോൺട്രിബ്യൂഷൻസാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈ പീറ്റർ എഫ് ഡ്രക്കർ എന്ന് പറയുന്ന എമിനൻ്റ് അതോറിറ്റിയുടെ മാനേജ്മെൻറ്റിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഹി ഈസ് കൺസിഡറിങ് ആസ് ദ കണ്ടംപററി മാനേജ്മെൻറ്റ് തിങ്കർ who outshines all the contributions given by the other eminent authorities in the modern management era or in the modern management period. നമ്മൾ 4ാമത്തെ സ്റ്റേജാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മോഡേൺ മാനേജ്മെൻറ്റ് പീരിയഡ്. ഈ മോഡേൺ മാനേജ്മെൻറ്റ് പീരിയഡിൽ മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ അതോറിറ്റീസിനെയും ഔട്ട്ഷൈൻ ചെയ്യുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻസിനേക്കാൾ വളരെ മികച്ചതായിട്ടുള്ള മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസ് ആണ് പീറ്റർ എഫ് ഡ്രക്കർ എന്ന് പറയുന്ന കണ്ടംപററി മാനേജ്മെൻറ്റ് തിങ്കർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. 1909 വിയന്നയിൽ ജനിച്ചിട്ടുള്ള ആളാണ് പീറ്റർ എഫ് ഡ്രക്കർ എന്ന് പറയുന്ന എമിനൻ്റ് കോൺട്രിബ്യൂട്ടർ. ആൻഡ് ഹി വാസ് ദി പ്രൊഫസർ ഓഫ് മാനേജ്മെൻറ്റ് അറ്റ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ഫ്രം 1950 to 1972. മാനേജ്മെൻറ്റ് തിങ്കർ എന്നുള്ള കപ്പാസിറ്റിയിൽ മാത്രമല്ല, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ഓഫ് മാനേജ്മെൻറ്റ് അറ്റ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ദീർഘകാലം അയാൾ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ മാനേജ്മെൻറ്റിന് എമിനൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങളായിട്ട് കൺസിഡർ ചെയ്യുന്ന 5 പുസ്തകങ്ങളാണുള്ളത്. ഒന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ്, 1954 പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഒരു പുസ്തകം. അടുത്ത പുസ്തകം എന്ന് പറയുന്നത് മാനേജിങ് ബൈ റിസൾട്ട്സ്, ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഗൈഡ് ലൈനായിട്ട് ഉപയോഗിക്കാവുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ് 1964 പബ്ലിഷ് ചെയ്തിട്ടുള്ള മാനേജിങ് ബൈ റിസൾട്ട്സ്. പിന്നെ 2 പുസ്തകങ്ങൾ 1965 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദ ഇഫക്റ്റീവ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പുസ്തകവും അതേപോലെ തന്നെ ദ ഏജ് ഓഫ് ഡിസ്കണ്ടിന്യൂയിറ്റി എന്ന് പറയുന്ന പുസ്തകവും 1969 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ 1974 പബ്ലിഷ് ചെയ്തിട്ടുള്ള മാനേജ്മെൻറ്റ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന അങ്ങനെ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് പീറ്റർ എഫ് ഡ്രക്കറുടെ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജിങ് ബൈ റിസൾട്ട്സ്, ഇഫക്റ്റീവ് എക്സിക്യൂട്ടീവ്, ദ ഏജ് ഓഫ് ഡിസ്കണ്ടിന്യൂയിറ്റി ആൻഡ് ദ മാനേജ്മെൻറ്റ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വേറെ ഉണ്ട്. എന്നിരുന്നാലും മോഡേൺ മാനേജ്മെൻറ്റിലേക്കുള്ള ഗൈഡ് ലൈൻസ് ആയിട്ട് റെഫർ ചെയ്യുന്ന 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് പീറ്റർ എഫ് ഡ്രക്കറുടെ മെയിൻ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് he developed a new idea to the management authorities which is called MBO, the
MBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു ന്യൂ ഡിസിപ്ലിൻ മാനേജ്മെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ അതോറിറ്റി എന്ന് പറയുന്നതാണ് പീറ്റർ എഫ് ഡ്രക്കർ. അപ്പൊ അയാളുടെ കോൺട്രിബ്യൂഷൻസിൽ ഹൈലൈറ്റിംഗ് ആയിട്ട് ഇന്നത്തെ ബിസിനസ് ഓർഗനൈസേഷൻസും കൺസിഡർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നതാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള ഹൈലൈറ്റിംഗ് മാനേജ്മെന്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നതാണ്. പീറ്റർ എഫ് ഡ്രക്കറുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിലും അതിൽ മെയിൻ കോൺട്രിബ്യൂഷൻ ആയിട്ട് മാനേജ്മെന്റ് അതോറിറ്റീസ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അതർ കോൺട്രിബ്യൂഷൻസ് ഓഫ് പീറ്റർ എഫ് ഡ്രക്കർ, ദ ഫസ്റ്റ് വൺ ഈസ് ദ നേച്ചർ ഓഫ് ദി മാനേജ്മെന്റ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ളതായിരിക്കണം എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പീറ്റർ എഫ് ഡ്രക്കർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി സേസ് ദാറ്റ് ദി മാനേജർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് നോട്ട് ബി എ ബ്യൂറോക്രാറ്റ്. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ആ എടുക്കുന്ന തീരുമാനങ്ങൾ നിർബന്ധപൂർവം പണിഷ്മെൻറ്റോടുകൂടി സബോർഡിനേറ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ കൊണ്ട് അനുസരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാനേജർ ആയിരിക്കരുത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കേണ്ടുന്നത്. ഹി മസ്റ്റ് ബി എ സപ്പോർട്ടർ ആൻഡ് ഹി മസ്റ്റ് ബി എ ഗൈഡിങ് എലിമെൻറ്റ് ടു ദ സബോർഡിനേറ്റ് വർക്കേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അവരുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന അല്ലെങ്കിൽ എന്താവശ്യങ്ങൾ വന്നു കഴിഞ്ഞാലും അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ഫ്രീ മെൻറ്റാലിറ്റി ഉള്ള ഒരു സപ്പോർട്ടിങ് ആള് എന്നുള്ള രൂപത്തിലായിരിക്കണം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സബോർഡിനേറ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് മാനേജറെ അപ്രോച്ച് ചെയ്യേണ്ടുന്നത്. ആൻഡ് ഹി ഷുഡ് ബി ആൻ ഇന്നോവേറ്റർ ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ ദി സെൻസ് ദാറ്റ് he must have the possibility to introduce new ideas and good practical aspects in the business organization. ഒരു ഗുഡ് പ്രാക്ടീഷണർ എന്നുള്ള രൂപത്തിൽ ബിസിനസ് ഓർഗനൈസേഷന് അതാത് കാലങ്ങളിൽ സ്റ്റേബിളായിട്ട് നിലനിൽക്കാൻ കഴിയുന്ന പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നതിനും ആ പുതിയ പുതിയ ആശയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും സാധിക്കുന്ന ഒരു ഇന്നവേറ്റർ ആയിട്ടായിരിക്കണം ഒരു മാനേജർ ഒരു ഓർഗനൈസേഷനിൽ ഫങ്ഷൻ ചെയ്യേണ്ടുന്നത്. അല്ലാതെ കാലാകാലങ്ങളായിട്ട് പഴയ മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു മെഷീനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളെ അല്ല ഒരു ഓർഗനൈസേഷൻ മാനേജറായിട്ട് ആവശ്യം വരുന്നത്. സിറ്റുവേഷൻസ് എന്ന് പറയുന്നതും ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻസിന് അനുസൃതമായിട്ട് ബിസിനസ് ഓർഗനൈസേഷന് സർവൈവ് ചെയ്യാനായിട്ട് ആവശ്യം വരുന്ന പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്താനും ആ കണ്ടെത്തുന്നതായിട്ടുള്ള ആശയങ്ങൾ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വർക്കേഴ്സിനെയും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈഡ് ആയിട്ട് നിലനിർത്താനും കഴിയുന്ന ഒരു അതോറിറ്റി എന്നുള്ള രൂപത്തിലായിരിക്കണം ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഒരു മാനേജർ ഫങ്ഷൻ ചെയ്യേണ്ടുന്നത്. അല്ലാതെ ആരെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് സബോർഡിനേറ്റ്സിനെ കൊണ്ട് നിർബന്ധപൂർവം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, അതല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്നും ബോധർ ചെയ്യാതെ അവരുടെ സർവീസ് പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ബ്യൂറോക്രാറ്റ് എന്നുള്ള കപ്പാസിറ്റിയിലായിരിക്കരുത് ഒരു കാരണവശാലും ഒരു ഓർഗനൈസേഷനിലെ മാനേജർ ഫങ്ഷൻ ചെയ്യേണ്ടുന്നത്. അതാണ് ഒന്നാമത്തെ എലിമെന്റ് പറഞ്ഞിട്ടുള്ളത്, നേച്ചർ ഓഫ് ദി മാനേജ്മെന്റ് ഓർ നേച്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷന് മാനേജർ എന്ന് പറയുന്ന ഒരു കീ പോസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കി എക്സ്പീരിയൻസ് നോക്കി ഒക്കെ നമ്മൾ ഒരാളെ മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തലക്കനം വെച്ചിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്ന ഒരാളെ അല്ല ഇന്നത്തെ ബിസിനസ് ഓർഗനൈസേഷൻസ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവർ മറ്റുള്ള ആളുകളെ പോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒരു പെയ്ഡ് എംപ്ലോയി ആണ് എന്നുള്ളതിലുപരി ബിസിനസ് ഓർഗനൈസേഷൻ സ്വന്തം സ്ഥാപനമാണ് എന്നുള്ളൊരു വ്യൂ പോയിന്റോട് കൂടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ സഹവർത്തിത്വത്തോടു കൂടി പെരുമാറാനായിട്ട് പരിശീലിപ്പിക്കുന്നതിനും സാറ്റിസ്ഫാക്ടറി ആയിട്ട് എംപ്ലോയീസിനെ നിലനിർത്തുന്നതിനും സാധിക്കുന്ന ഒരു ഇന്നോവേറ്റർ എന്നുള്ള കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരാളായിരിക്കണം
ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജരായിട്ട് ആക്ട് ചെയ്യേണ്ടുന്നത് എന്നാണ് പീറ്റർ എഫ് ഡ്രക്കർ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളതിന് കൊടുത്തിട്ടുള്ള explanation. And secondly, he says that the implementation of the functions of management in business organizations. ഏത് ടൈപ്പിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ടു ഡിസ്ചാർജ് സം മാനേജീരിയൽ ഫങ്ഷൻസ്. ആൻഡ് പീറ്റർ എഫ് ഡ്രക്കർ സേസ് ദാറ്റ് the setting of objectives, decision making, organizing and motivating will be the primary management functions to be undertaken by a business organization. പീറ്റർ എഫ് ഡ്രക്കറുടെ നിർദ്ദേശപ്രകാരം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു ലക്ഷ്യം ഇല്ലാതെ വെറുതെ പ്രവർത്തിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പം എന്ത് ഗോൾസ് അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ബിസിനസ് ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യേണ്ടുന്നത് എന്ന് നിർബന്ധമായിട്ടും ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ദർ ഷുഡ് ബി ദ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ദർ ഷുഡ് ബി ദ ഇൻ്റഗ്രേഷൻ ഓഫ് men, materials, money and machinery. And finally, the employees of the organization should be motivated to that extent through which the organizational objectives can be achieved. അപ്പോൾ setting of objectives, decision making, organizing and motivating എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് പീറ്റർ എഫ് ഡ്രക്കറുടെ നിർദ്ദേശപ്രകാരം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യേണ്ടുന്ന മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി അറ്റൈൻ ചെയ്യേണ്ടുന്ന ഈ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് 8 ഡിഫറെൻ്റ് ഏരിയാസ് ഓർ 8 സ്പെസിഫിക് ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പീറ്റർ എഫ് ഡ്രക്കർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 4 ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യണമെങ്കിൽ it must go through different or 8 specific areas, and that specific areas include market standing, innovation, productivity, physical and financial resources, profitability, managerial performance and development and worker performance and attitude and public responsibility എന്ന് പറയുന്ന 8 ഡിഫറെൻ്റ് ഏരിയാസിലായിരിക്കണം ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റവും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുന്നത്. പോയിന്റ്സ് ഒന്നും കൂടി പറയാം. മാർക്കറ്റ് സ്റ്റാൻഡിങ്, ഇന്നോവേഷൻ, പ്രൊഡക്ടിവിറ്റി, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, പ്രോഫിറ്റബിലിറ്റി, managerial performance and development and worker performance, then attitude and public responsibility. ഇത്രയും കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനേജീരിയൽ ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്നതിൽ കൂടി ഒരു ബിസിനസ് ഓർഗനൈസേഷന് എന്തായാലും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഗോൾസ് സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പീറ്റർ എഫ് ഡ്രക്കർ രണ്ടാമത്തെ എലിമെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ദാറ്റ് ഈസ് ദ ഓർഗനൈസേഷൻ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് മോഡേൺ സൊസൈറ്റി and it outlines and designs the organization by considering some important points. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടെല്ല് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നട്ടെല്ലായിട്ട് കണക്കാക്കുന്നതാണ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും ഹോസ്പിറ്റലുകളാണെങ്കിലും ഒക്കെ തന്നെ ഗവൺമെൻറ് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ വളരെ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ന്യൂസ് ചാനലും അതേപോലെ തന്നെ
ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ആളുകൾക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു 10-15 കൊല്ലം മുമ്പുണ്ടായിരുന്ന പൊതുമേഖലയിലുള്ള സ്കൂളുകളെ പോലെ അല്ലെങ്കിൽ ആശുപത്രികളെ പോലെ ഒന്നുമല്ല ഇന്നത്തെ സ്കൂളുകൾ, അതേപോലെ തന്നെ ഹോസ്പിറ്റലുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പം കാലങ്ങളായിട്ട് ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനനുസരിച്ച് വരുന്നതായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് അണ്ടർടേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സ്കൂള് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ സമൂഹമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഓർഗനൈസേഷൻസിനെ കണക്കാക്കുന്നത്. അതേപോലെ ഇപ്പോൾ നമ്മൾ കോവിഡ് എന്ന് പറയുന്ന മഹാദുരന്തത്തിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ജനിതക മാറ്റം വന്നിട്ടുള്ള പുതിയ വൈറസിന് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ന്യൂസൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആശങ്കയോടുകൂടി നമ്മൾ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ വരുന്നത്. അപ്പം ഒരു ഓർഗനൈസേഷന് ഈ വൈറസിനെ അഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ കണ്ടുപിടിക്കാനായിട്ട് ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മളുടെ സൊസൈറ്റിയുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഫൈസർ എന്ന് പറയുന്ന കമ്പനി ഒരു കോവാക്സിൻ എന്ന് പറയുന്നത് കണ്ടെത്തിയിട്ടുള്ളതായിട്ട് നമ്മൾ ന്യൂസ് പേപ്പറുകളിലൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ആ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്. അത് കണ്ടുപിടിച്ചിട്ടുള്ള കോവാക്സിൻ ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്കതിന് ഒരു കാരണവശാലും മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. കാരണം സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഇപ്പം ഈ വൈറസിനെ അഗൻസ്റ്റ് ആയിട്ട് വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഇറ്റ് ഈസ് കൺസിഡറിങ് ആസ് എ പാർട്ട് ഓഫ് ദി സൊസൈറ്റി. അതാണ് ഇപ്പം ഞാനത് എക്സാമ്പിളായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്. ആ പോയിന്റ് എന്താണ് എന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ പീറ്റർ എഫ് ഡ്രക്കർ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്: ഓർഗനൈസേഷൻ ഈസ് ദി ബാക്ക് ബോൺ ഓഫ് മോഡേൺ സൊസൈറ്റി. ആധുനിക സമൂഹത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ആധുനിക സമൂഹത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നിത്യജീവിതത്തിൽ ആവശ്യപ്പെടുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ടോ ആ സാധനങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓരോ ടൈപ്പിലുള്ള ഓർഗനൈസേഷൻസാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി നമ്മൾ കിടക്കാനായിട്ട് പോകുന്ന ബെഡ് ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണെങ്കിലും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാനായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്. സോ ഓൾ ഓർഗനൈസേഷൻസ് ആർ പ്രൊഡ്യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ഓൺലി ടു മീറ്റ് ആൻഡ് സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് നെസസിറ്റീസ് ഓഫ് ദ പീപ്പിൾ ഇൻ ദി സൊസൈറ്റി. സമൂഹത്തിലുള്ള ആളുകൾ ഏതെല്ലാം വിധത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ആവശ്യപ്പെടാനായിട്ട് സാധ്യത ഉള്ളത് എങ്കിൽ ആ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഓരോരോ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഓർഗനൈസേഷനെ സമൂഹത്തിൻ്റെ ബാക്ക് ബോൺ എന്നുള്ള പേരിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് എന്താണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് ആ ഗോൾസ് സെറ്റ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഡിസിഷൻ അനാലിസിസ് ഷോസ് the degree of futurity in the decisions and the impact of decision over the other functions. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുക്കുന്ന തീരുമാനം എന്താണോ ആ തീരുമാനമാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഭാവി എന്താണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ബിസിനസ് ഓർഗനൈസേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഫങ്ഷൻസിനെ സ്വാധീനിക്കുന്നതും ബിസിനസ് ഓർഗനൈസേഷൻ എടുക്കുന്ന ഡിസിഷൻ എന്താണോ ആ ഡിസിഷനെ ആശ്രയിച്ചിരിക്കും. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനിക്കുന്ന കാര്യം നമ്മൾ ഏത് രൂപത്തിലാണ് ബിസിനസ് ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനനുസരിച്ചാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഭാവി എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്നത്. സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ളതൊക്കെ ഭാവിയിൽ നമ്മൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് നമ്മൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്താണോ ആ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്ന് മാത്രമല്ല നമ്മൾ ഏതെല്ലാം മാനേജീരിയൽ ഫങ്ഷൻസ് ആണ്
ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഡിസ്ചാർജ് ചെയ്യേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുന്നതും നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, കമാൻഡിങ്, കമ്മ്യൂണിക്കേറ്റിംഗ്, കൺട്രോളിങ്, സ്റ്റാഫിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മാനേജീരിയൽ ഫങ്ഷൻസ് പല അതോറിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ഈ എല്ലാ ഫങ്ഷൻസും കൂടി എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും എല്ലാ സമയത്തും അഡോപ്റ്റ് ചെയ്യേണ്ടുന്ന ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഏതൊക്കെ ഫങ്ഷൻസ് ഏതൊക്കെ സമയങ്ങളിൽ ആരിൽ കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് ബിസിനസ് ഓർഗനൈസേഷൻ ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോസസ്സ് അണ്ടർടേക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ എന്ത് തീരുമാനിക്കുന്നുണ്ടോ ആ തീരുമാനിക്കുന്നതിനനുസൃതമായിട്ടാണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ബാക്കിയുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ആ എടുത്തിട്ടുള്ള തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതാണ് പീറ്റർ എഫ് ഡ്രക്കർ പറഞ്ഞിരിക്കുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ആൻഡ് he highlighted the decentralization in the business organization. ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനാണ് പീറ്റർ എഫ് ഡ്രക്കർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കണക്റ്റിംഗ് വിത്ത് ദ ബ്യൂറോക്രസി ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞപ്പോഴെന്നെ പറഞ്ഞു, മാനേജർ ഒരിക്കലും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ബ്യൂറോക്രാറ്റിനെ പോലെ പെരുമാറാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പീറ്റർ എഫ് ഡ്രക്കർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇല്ലാതിരിക്കണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു എലിമെന്റ് എന്ന് പറയുന്നതാണ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. എല്ലാ അധികാരങ്ങളും ഏതെങ്കിലും ഒരു കക്ഷിയിൽ മാത്രം നിക്ഷിപ്തമാവുമ്പോഴാണ് അവർ ബ്യൂറോക്രാറ്റായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് സാധ്യത കൂടുതൽ വരുന്നത്. അതേസമയത്ത് കുറേ ഏറെ അധികാരങ്ങൾ അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ all persons will become responsible to take decisions and to implement the decisions. That is why bureaucracy can be avoided or it should be restricted. ബിസിനസ് ഓർഗനൈസേഷനിൽ മേധാവിത്വം എന്ന് പറയുന്നത് ഇല്ലാതെ വരണമെങ്കിൽ മറ്റുള്ള ആളുകൾക്കും അർഹമായിട്ടുള്ള അതോറിറ്റീസും റെസ്പോൺസിബിലിറ്റീസും ഉണ്ടാവണം. അപ്പോൾ മാത്രമേ ഒരാളുടെ മേധാവിത്വം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാ അധികാരങ്ങളും കൂടി മറ്റുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് മാനേജറായിട്ടുള്ള ആൾക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവരുടെ തലയിൽ മാത്രം ആണ്, അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യണമെങ്കിൽ മാനേജറുടെ അതോറിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന മറ്റുള്ള ആളുകളിലേക്കും കൂടി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പം മറ്റുള്ള ആൾക്കാരെയും ഒരേപോലെ റെസ്പോൺസിബിളായിട്ട് നിലനിർത്തി കഴിഞ്ഞാൽ മാനേജർക്ക് ഒരു കാരണവശാലും മേധാവിയായിട്ട് മറ്റുള്ള അതല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഭരിക്കുന്ന ഒരു അതോറിറ്റി ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് അതോറിറ്റി എന്ന് പറയുന്നതിനാണ് പീറ്റർ എഫ് ഡ്രക്കർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഡീസെൻട്രലൈസേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൂടെ വരുന്നതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ഡീസെൻട്രലൈസ്ഡ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു പീറ്റർ എഫ് ഡ്രക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. MBO എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. 1964 ഈ ആശയം ആദ്യമായിട്ട് മാനേജ്മെൻറ്റ് അതോറിറ്റീസ് എക്സ്പീരിയൻസ് ചെയ്തതായിട്ട് കണക്കാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ പീറ്റർ എഫ് ഡ്രക്കർ. 1964 മുതൽ മാനേജ്മെൻറ്റ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നതാണ് മാനേജ്മെന്റ് ബൈ അതോറിറ്റി. ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്ലാനിങ്, സെറ്റിംഗ് ദി സ്റ്റാൻഡേർഡ്സ്, അപ്രൈസിംഗ് ദി പെർഫോമൻസ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദി എംപ്ലോയീസ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെത്തേഡ് ഓഫ് പ്ലാനിങ്,
setting of standards, appraising the performance, and motivating the employees of the organization. ബിസിനസ് ഓർഗനൈസേഷന് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ മുൻകൂറായിട്ട് പ്ലാൻ ചെയ്യുക, അതിനാവശ്യം വരുന്നതായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുക. പെർഫോമൻസിനെ അപ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷനിൽ ഏതൊരാളാണെങ്കിലും അവർ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ദേ ആർ ഡിമാൻഡിങ് ഫോർ അപ്രീസിയേഷൻ. അവർ ചെയ്ത ജോലിക്ക് പ്രതിഫലം മാത്രം കൊടുക്കുന്നതിന് പകരം അവർ ചെയ്തിട്ടുള്ള ഓരോ ആൾക്കാർ ചെയ്യുന്ന സ്റ്റൈലിനും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഒരേ ഡ്യൂട്ടി തന്നെ നമ്മൾ 10 ആൾക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ 10 ആൾക്കാർ ചെയ്യുന്നതിലും ഡിഫറൻസ് ഉണ്ടാവും. എല്ലാ ആൾക്കാരും ചെയ്യുന്നതിലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുന്ന എലിമെൻറ്റ്സ് ഉണ്ടാവും, എല്ലാ ആൾക്കാരും ചെയ്യുന്നതിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില എലിമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള എലിമെൻറ്റ്സ് എന്താണ് എന്നുള്ളത് കണ്ടെത്തി അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതേപോലെ അവർക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിരേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണോ ആ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആശയം പീറ്റർ എഫ് ഡ്രക്കർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ആശയത്തിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ അത് മാനേജ്മെൻറ്റ് ബൈ റിസൾട്ട് എന്ന് പറയുന്ന വേറൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മെജോറിറ്റി ബിസിനസ് ഓർഗനൈസേഷൻസും യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് MBO തന്നെയാണ്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് the management by objectives gives emphasis on attaining the objectives of the business organization. പേരിൽ തന്നെ ഉണ്ട് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എങ്കിൽ ആ ലക്ഷ്യത്തിന് പരമപ്രധാനമായിട്ടുള്ള ഒരു റോള് കൊടുത്തുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിനെ റീഷെഡ്യൂൾ ചെയ്യുന്ന അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യുന്ന ആ ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യങ്ങൾക്കാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മറ്റെന്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ അതിനെയാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ക്ലസ്റ്റർ ടെക്നിക് ഇൻക്ലൂഡ്സ് ഓൾ മാനേജീരിയൽ ഫങ്ഷൻസ്. ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒരു ക്ലസ്റ്റർ ടെക്നിക്ക് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മാനേജീരിയൽ ഫങ്ഷൻസും ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി അതിൽ 2 കീ എലിമെൻറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് 2 കീ എലിമെൻറ്റ്സ് ആണ്. The first element is agreement between the superior and subordinate on the objectives or goal to be achieved. സബോർഡിനേറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതും സുപ്പീരിയേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതും തമ്മിൽ കോറിലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് 2 പാർട്ടീസും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ കോഓർഡിനേഷൻ ഉണ്ടായിരിക്കണം. മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളൊന്നും സബോർഡിനേറ്റ് വർക്കേഴ്സിൻ്റെ ലക്ഷ്യങ്ങൾ വേറൊന്നും ആയി കഴിഞ്ഞാൽ ഒരിക്കലും മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. എല്ലായ്പ്പോഴും മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ ക്ലാഷ് മാത്രമേ നിലനിൽക്കാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ അതാദ്യം അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് കീ പോയിന്റ് ഈസ് സബോർഡിനേറ്റ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ദി പ്രോസസ്, ഡെലിഗേഷൻ, ഇവാലുവേഷൻ ആൻഡ് പെർഫോമൻസ് ബൈ റിസൾട്ട്സ്. ബിസിനസ് ഓർഗനൈസേഷൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്യുന്ന കാര്യത്തിൽ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ നിർബന്ധമായിട്ടും മാനേജ്മെൻറ്റ് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ റിസൾട്ടിലേക്ക് എത്താനായിട്ട് പ്രോസസ്സ് ഡിസൈഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അണ്ടർടേക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും റിസൾട്ടിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ് മാത്രം ചെയ്യുക, വർക്ക് മാത്രം സബോർഡിനേറ്റ്സ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പൊസിഷൻ
രീതിയിലല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാകേണ്ടുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഈക്വൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിനും പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ മാനേജ്മെൻറ്റ് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരിക്കണം. അതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സിൻ്റെ 2 കീ പോയിന്റ്സ് ആയിട്ട് പീറ്റർ എഫ് ഡ്രക്കർ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് അതോറിറ്റി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യേണ്ടുന്നത്. ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് വേറെയും വർക്കേഴ്സിന് വേറെ ആവാതെ 2 കൂട്ടർക്കും ഒരേ വിധത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് അതിനനുസൃതമായിട്ട് വർക്ക് അണ്ടർടേക്ക് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അതിനനുസരിച്ച് വർക്കേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ എല്ലാ ആസ്പെക്ട്സിലും മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന എല്ലാ ആസ്പെക്ട്സിലും അർഹമായിട്ടുള്ള പ്രാധാന്യം സബോർഡിനേറ്റ് വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന് വളരെ നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരാശയം ആയിട്ടാണ് പീറ്റർ എഫ് ഡ്രക്കർ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ആ ടെക്നിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.